Hello, welcome to my channel. So today we are moving with the next topic in the lesson, hydrogen. Already we have discussed many concepts in the last few classes, and today we are going to start a very interesting and a very important topic from the lesson, hydrogen. എന്താണ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. നിങ്ങൾക്ക് തന്നെ അറിയാം ഇതെന്താണെന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഓൾറെഡി വി ഹാവ് ലേൺഡ് ഇൻ അവർ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബട്ട് ഇവിടെ ഈ ഒരു പോർഷൻ തന്നെ നമുക്ക് എല്ലാ കൊല്ലവും നിറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കണോ എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ. നോക്കൂ, ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഇതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം പേടിക്കേണ്ട, നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം എന്താണ് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ അല്ലേ? നിങ്ങൾക്കറിയാം, ചില വെള്ളം നമ്മളെടുത്ത്, ഇപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ 2 ടൈപ്പ് ഓഫ് വാട്ടർ എടുക്കുകയാണ്. ഒരു ബോട്ടിലിലെ വെള്ളം ഒരു കിണറിൽ നിന്ന് എടുത്തു, വേറൊരു ബോട്ടിലത്തെ വെള്ളം ഐ ഹാവ് ടേക്കൺ ഫ്രം സം അതർ വെൽ. ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഞാൻ നന്നായി സോപ്പ് ഇങ്ങനെ അലിയിക്കാൻ നോക്കുക, ഇങ്ങനെ ലാദർ നമ്മളെ കയ്യിലിങ്ങനെ ഉരച്ചിട്ട് ആ വെള്ളം വെച്ചിട്ട്. But one water was not producing later when I was using that particular water with the soap. ഞാൻ ആ വെള്ളം വെച്ചിട്ട് സോപ്പ് അങ്ങനെ ലേദർ തന്നെ പത ഉണ്ടാക്കാൻ ശ്രമിക്കും. I was not getting a proper lather from that solution. But the other solution easily produced later when I just used that water to നമ്മൾ ആ സോപ്പ് വെച്ച് യൂസ് ചെയ്തപ്പോൾ. അപ്പം ഒരു വാട്ടറിന് എന്ത് പറ്റുന്നില്ല, ദേ കാൺ പ്രൊഡ്യൂസ് ലേതർ ടു ദ സോപ്പ് ആൻഡ് അതർ ക്യാൻ പ്രൊഡ്യൂസ് ലേതർ മീൻസ് പത ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ് വാട്ടർ ഇസ് അതർ വാട്ടർ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് lather with soap readily. That is water that produce lather with soap readily is called soft water. Important ആണ്. നിങ്ങൾ ആയിരിക്കും ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ എഴുതാൻ പഠിക്കണം. കാരണം ഇതന്നെ 2 മാർക്കിനെ കണ്ട് ചോദിച്ചു, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. അപ്പം എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടർ, നല്ല വാട്ടർ അല്ലേ? വാട്ടർ ദാറ്റ് പ്രൊഡ്യൂസസ് lather with soap readily is called soft water. എക്സാമ്പിൾ ഏതൊക്കെയാണ്? റെയിൻ വാട്ടർ, നമ്മുടെ മഴവെള്ളം എടുത്തിട്ട് നിങ്ങളൊന്ന് സോപ്പ് ലാദർ ഫോം ചെയ്യും, ഇറ്റ് ക്യാൻ ഈസിലി ഫോം. പിന്നെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ബോട്ടിൽസിലൊക്കെ കിട്ടുന്നത്. ഡീമിനറലൈസ്ഡ് വാട്ടർ, ഈ ഡീമിനറലൈസ്ഡ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രോസസ്സിലൂടെ വാട്ടറിലെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റിയെടുക്കുന്ന വെള്ളമാണ്. ഈ ഡീമിനറലൈസ്ഡ് വാട്ടറൊക്കെയാണ് നമ്മൾ ലബോറട്ടറി പേർപ്പസിനൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്തായിരിക്കും, ദേ ക്യാൻ ഈസിലി പ്രൊഡ്യൂസ് ലേതർ വിത്ത് സോപ്പ്. പിന്നെ ഹാർഡ് വാട്ടർ, the water which do not produce lather with soap readily is called hard water. അതായത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ലേതർ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയും. സീ വാട്ടർ ഉണ്ട്, റിവർ വാട്ടർ ഉണ്ട്, സ്പ്രിംഗ് വാട്ടർ ഉണ്ട്, ലേക്ക് വാട്ടർ ഉണ്ട്, വെൽ വാട്ടർ. ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സ്പ്രിംഗ് വാട്ടർ എന്ന്? സ്പ്രിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു വാട്ടറിനാണ് നമ്മൾ സ്പ്രിംഗ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. സോ സീ വാട്ടർ, റിവർ വാട്ടർ, സ്പ്രിംഗ് വാട്ടർ, ലേക്ക് വാട്ടർ ആൻഡ് വെൽ വാട്ടർ. ദീസ് ആർ സം ഓഫ് ദി ഹാർഡ് സോഴ്സസ് ഓഫ് വാട്ടർ വിച്ച് പ്രൊഡ്യൂസ് ഹാർഡ്. എല്ലാ വെൽ വാട്ടേഴ്സും ഹാർഡ് വാട്ടർ ആണെന്നല്ല. ദറ്റ് സം വെൽ വാട്ടേഴ്സ് അതിലെന്തായിരിക്കും, അതിലെ കണ്ടൻസ്, അതായത് ചില കെമിക്കൽ കണ്ടൻസ് കൂടുന്നതിനനുസരിച്ച് ദേ വിൽ ബി ഹാർഡ്. അപ്പം ചിലവർ ഇരിക്കും, എൻ്റെ വീട്ടിലെ കിണറിലൊക്കെ നല്ല, യെസ്, മെനി വാട്ടേഴ്സ് ആർ ദെയർ വിച്ച് ആർ നോട്ട് ഹാർഡ്. ബട്ട് കിണർ വെള്ളം യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കിണർ വെള്ളങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചാൽ വെൽ വാട്ടർ ദി കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് മിനറൽസ് വിച്ച് വിൽ മേക്ക് ദ വാട്ടർ ഹാർഡ്. അതായത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല, ദേ വിൽ ബി ഹാർഡ്. ഈ ഹാർഡും സോഫ്റ്റ് തന്നെ കട്ടിയല്ല കേട്ടോ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഹൗ ഇറ്റ് ആക്ട് വിത്ത്. സോ ഇനി എന്തുകൊണ്ടാണ് വെള്ളം ഹാർഡാകുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കോസസ് ദി ഹാർഡ്നെസ് ഓഫ് വാട്ടർ? അപ്പോൾ ഈ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറിലും തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഹാർഡ് വാട്ടറിൽ ആരോ കയറി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഹാർഡ് വാട്ടർ ഹാർഡായിട്ടും നിൽക്കുന്നുണ്ടാവുക, സോഫ്റ്റ് വാട്ടർ സോഫ്റ്റായിട്ടും. സോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് bicarbonate, chloride and sulfate of calcium and magnesium. കാൽഷ്യം മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് അപ്പം തന്നെ പഠിച്ചു പോണേ. ബൈകാർബണേറ്റ്സ് ആവാം, ക്ലോറൈഡ്സ് ആവാം, അല്ലെങ്കിൽ സൾഫേറ്റ്സ്. ആരുടെ? ഇറ്റ്സ് എ ബൈകാർബണേറ്റ്, ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആർ ദ റീസൺ ഫോർ ദി ഹാർഡ്നെസ് ഓഫ് വാട്ടർ. സോ വാട്ട് കോസസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്, ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. ഹാർഡ് വാട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേതർ വിത്ത് സോപ്പ് റെഡിലി. ഇനി എന്തുകൊണ്ടായിരിക്കും ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ലേതർ ഫോം ചെയ്തത്, അതായത് നമുക്ക് ആ പത കിട്ടാത്തെന്നുള്ളത്? അപ്പം അത് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, യു ഹാവ് ലേൺഡ് ഇൻ ഗ്രേഡ് 10th ഐ തിങ്ക്. സോ CBSE-കാരും ലേൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, സ്റ്റേറ്റ് സിലബസ് വരെ. എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോപ്പ് എന്താ?
സോപ്പ് ഇസ് പൊട്ടാസ്യം ഓർ സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. അതായത് ഹൈ മോളിക്യുലാർ വെയിറ്റ് ഉള്ള ഫാറ്റി ആസിഡ്സിൻ്റെ അതിൻ്റെ അവരുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. സോ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഇതൊരു വലിയ ആസിഡാണ്. സി ഡബിൾ ബോണ്ട് OH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസിഡാണ്. പക്ഷേ ഈ എച്ചിന് പകരം അവിടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം വരികയാണെങ്കിൽ, പൊട്ടാസ്യം വരില്ല, നമ്മളങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് സോപ്പ്. സോ sodium or potassium salt of certain higher fatty acid such as stearic acid. ഇതാണ് stearic acid. ഇവിടെ OH ആണെങ്കിൽ ഇത് stearic acid, ചിലപ്പോൾ palmitic acid ആവും, ഒലീക് ആസിഡ്. അപ്പം ഇങ്ങനെയുള്ള ഹയർ ഫാറ്റി ആസിഡ്സിൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ആ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് സോഡിയം പൊട്ടാസ്യം വരുമ്പോഴാണ് നമുക്ക് സോപ്പ് എന്ന് പറഞ്ഞ ആളെ കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സോപ്പും വെള്ളവും തമ്മിൽ എന്താ പ്രശ്നം നോക്കാം. വെൻ ഹാർഡ് വാട്ടർ ഇസ് ട്രീറ്റഡ് വിത്ത് സോപ്പ് സൊല്യൂഷൻ, ഹാർഡ് വാട്ടറിനെ നമ്മൾ ഈ സോപ്പ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് Ca2+ ആൻഡ് Mg2+ അയൺ പ്രസൻറ്റ് ഇൻ ഹാർഡ് വാട്ടർ. എവിടുന്ന ഈ Mg2+ഉം Ca2+ഉം നമുക്കറിയാം, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ഓർ കാൽഷ്യം ക്ലോറൈഡ്, ഇതൊക്കെ CaCl2. അപ്പം കാൽഷ്യം എന്താ Ca2+, അങ്ങനെ ആ ഫോമിലല്ലേ CaCl2. അപ്പോൾ കാൽഷ്യം എന്താ Ca2+, പിന്നെ സൾഫേറ്റ് ആകുമ്പോൾ കാൽഷ്യം സൾഫേറ്റ്, അപ്പം CaSO4, അപ്പോൾ Ca2+, SO4, 2- നമുക്കറിയാലോ ഒരു ആനയോൺ പാട്ടും കാറ്റയോൺ പാട്ടും. അപ്പം ഈ Ca2+ഉം Mg2+ പ്രസൻറ്റ് ഇൻ ദ ഹാർഡ് വാട്ടർ. കാരണം ചിലപ്പം വെള്ളത്തിൽ കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവും, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവും, ചിലപ്പം കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും, കാൽഷ്യം ബൈകാർബണേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലെ കാൽഷ്യം അയോൺ അല്ലെങ്കിൽ മെഗ്നീഷ്യം അയോൺ റിയാക്ട് വിത്ത് ദി ആനയോൺസ്. React with the anions of fatty acid present in the soap and form a scum. Scum എന്ന് പറഞ്ഞാൽ ഒരു നമുക്കിങ്ങനെ പതയ്ക്ക് പകരം നമുക്ക് ഈ കട്ടിയൊരു പൊടി പോലത്തെ സാധനം കിട്ടുക. നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഈ പൊടിയായിട്ടൊരു സ്കമ്മോ അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെ ഒരു സാധനമാണ് നമുക്ക് കിട്ടുക. ആസ് എ റിസൾട്ട് ഹാർഡ് വാട്ടർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ലേറ്റർ വിത്ത് സോപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ എന്താണ് സോപ്പ് എന്ന് പറയുന്നത്? സോപ്പ് ആ sodium or potassium salt of higher fatty acids like stearic or palmitic or oleic acid. When this soap react or are treated with hard water, the calcium or magnesium ion present in the hard water react with the anion. Ca2+, Mg2+ എന്ന് പറയുന്നത് എന്താ? പ്ലസ് ആണ്. അപ്പം എന്താണ് അവർ? കാറ്റയോൺസ് ആണ്. അപ്പോൾ അവർ ആരായിട്ട് റിയാക്ട് ചെയ്യുക? ആനയോൺ. They react with anions of fatty acid present in the soap to form a scum or a precipitate. As a result, hard water does not produce lather with soap immediately. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ. ദാറ്റ് ഈസ് C17H35COO- Ne പ്ലസ് കാൽഷ്യം ക്ലോറൈഡ്. അതായത് ഞാൻ പറഞ്ഞു ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആവാം. അതാണ് വെള്ളത്തിലുണ്ടെങ്കിൽ ഇറ്റ് റിയാക്ട്സ് ആൻഡ് ഫോം കാൽഷ്യം ഉള്ള ഇത് റിയാക്ട് ചെയ്ത് ഇത് കാൽഷ്യം ഉള്ളൊരു സോൾട്ട് ആയിരിക്കും. പക്ഷെ അതെന്തായിരിക്കും? ഭയങ്കര സ്കം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വെള്ളത്തിൽ കയറി വരും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്ത? ലേതർ കിട്ടാത്ത. ഇനിയിപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അതിലെല്ലാ കാൽഷ്യം, അതായത് ഇപ്പം ആ സൊല്യൂഷനിൽ കിടക്കുന്ന ഹാർഡ് വാട്ടറിൽ കിടക്കുന്ന എല്ലാ കാൽഷ്യം ഇതേപോലെ സ്കമ്മായി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് സോഫ്റ്റ് വാട്ടർ. ദാറ്റ് ഈസ് വെൻ ഓൾ ദി Ca2+ ആൻഡ് Mg2+ പ്രസൻറ്റ് ഇൻ ഹാർഡ് വാട്ടർ ഹാവ് ബീൻ പ്രസിപ്പിറ്റേറ്റ്. നമ്മളിങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്തു, കുറേ ഡിറ്റർജൻറ്റ് ഇട്ടു, പിന്നെ ഡിറ്റർജൻറ്റ് ഇട്ട് അങ്ങനെ എങ്ങനെയാകുമ്പോൾ നമുക്കിങ്ങനെ സ്കമ്മ് കിട്ടും. സ്കമ്മ് തന്നെ ആ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ കിട്ടി എന്താവും? അപ്പോൾ ആ സൊല്യൂഷനിലെ കാൽഷ്യം കംപ്ലീറ്റ് അങ്ങ് തീരും. The resulting water becomes soft and thus readily produce lather with soap. Hard water is not suitable for washing purpose since a lot of soap is wasted in precipitating Ca2+ and Mg2+ ion present in hard water. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു പാർട്ട്, അതായത് സോപ്പിൻ്റെ ഈ ഒരു പാർട്ട് മെഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരിങ്ങനെ സ്കമ്മ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുക, വെള്ളത്തിലേക്ക് വീണ്ടും ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ? ഇത് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് വെള്ളത്തിലെ കംപ്ലീറ്റ് മെഗ്നീഷ്യത്തിനും ഈ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് എടുത്തു മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ ബിക്കംസ് ഓഫ്. പക്ഷേ ആ ഒരു മെത്തേഡ് എന്താ പ്രശ്നം? നമ്മൾ ഈ വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ കുറേ ഡിറ്റർജൻറ്റ് വേസ്റ്റ് ആവും. ദാറ്റ് ഇസ് ദ റീസൺ. അപ്പോൾ ഇതന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വൈ ഹാർഡ് വാട്ടർ ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ ലോണ്ട്രി പർപ്പസ്. അപ്പോൾ എന്താണ്? ഇതന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. It is because the calcium and magnesium ion present in the hard water react with the soap and produce precipitate or a scum.
will produce a scum or a precipitate. So we have to use more and more detergent for the process to remove the calcium or magnesium ion present in the hard water. So it is not used for the laundry purpose. Laundry purpose in the washing നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം ഇനി ഇവർ ഇതിന് മാത്രമാണോ ഈ ഹാർഡ് വാട്ടറിനെ കൊണ്ടുള്ള ദോഷം? ഇതന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ ബോയിലേഴ്സ്. ബോയിലേഴ്സ് ആണ് നമ്മൾ കണ്ടില്ലേ ഇൻഡസ്ട്രിയൽ പേർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്, ഇതേപോലത്തെ വലിയ ബോയിലേഴ്സ് ചൂടാക്കുന്ന പേർപ്പസിനും അങ്ങനെ കുറേ പേർപ്പസിന്. ഈ ബോയിലേഴ്സിലും നമുക്ക് ഈ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ഡെപ്പോസിഷൻ ഓഫ് സോൾട്ട് അവിടെയും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഹാർഡ് വാട്ടറിലെ സോൾട്ട്സ് എന്താ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സ്കെയിൽസ് ഫോം ചെയ്യും. That is the deposition of salt in the form of scales. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിയായിട്ട് നിൽക്കും. This reduces the efficiency of the boiler. So hard water cannot be used in boilers and it cannot also be used in laundry purpose. ഈ രണ്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. Why hard waters cannot be used in boilers? ടെക്സ്റ്റിൽ ഒരു 2 ലൈനായിട്ടാണ് കാണുക. നമ്മളായിരിക്കും അത് കുഴപ്പമില്ല വിട്ടേക്കാം, പക്ഷെ അതന്നെയാണ് ചോദിച്ചത്. It is harmful for boilers because the deposition of salts in the forms of scales. Scales തന്നെ സ്കെയിൽ അല്ല, ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. This reduces the efficiency of boilers. So you got the point, I think. What is meant by soft water? What is meant by hard water? What is the difference between hard water and soft water? And why water is hard? What are the causes of causing hardness? അല്ലെങ്കിൽ എന്തുകൊണ്ട് why it is not producing lather with soap solution? Why it cannot be used for laundry purpose and why it cannot be used in boilers? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതിൽ തന്നെ അടുത്ത ടോപ്പിക് ട്ടോ. ഇനി ഹാർഡ്നെസ്സിന് ഒരു ടൈപ്പേ ഉള്ളൂ ഹാർഡ്നെസ് അല്ല, 2 ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്. എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ തന്നെ ആ വേർഡ് ഒന്ന് ടെമ്പററിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പെർമനൻ്റ് ആയി നിൽക്കുന്ന ഹാർഡ്നെസ് ആണ്. അത് തന്നെയാണ് ആ വേർഡ് തന്നെ. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടും ചോദിക്കാറുണ്ട്. വാട്ട് കോസസ് ദി ടെമ്പററി ഹാർഡ്നെസ് ഓർ വിച്ച് കെമിക്കൽ കോസസ് ദി ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് വിച്ച് കെമിക്കൽസ് കോസസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോളൂ. എളുപ്പത്തിൽ പഠിക്കാവുന്നേ ഉള്ളൂ. Temporary hardness of water is due to the presence of bicarbonates of calcium and magnesium. അതായത് നമ്മൾ പറഞ്ഞു കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സും സൾഫേറ്റ്സും ക്ലോറൈഡ്സുമാണ് എന്തിന് കാരണം? ഹാർഡ്നെസ്സിന് കാരണം. ഇനി നമ്മൾ ആ കെമിക്കൽസിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് ഹാർഡ്നെസ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ് വാട്ടേഴ്സ് ആർ ദോസ് വിച്ച് കണ്ടെയ്ൻ ദി പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അപ്പം ഞാൻ എളുപ്പത്തിൽ ബൈ പറഞ്ഞു പോകും. എളുപ്പത്തിൽ ബൈ പറഞ്ഞു പോകുന്ന ആൾക്കാർ, അതുകൊണ്ട് ബൈകാർബണേറ്റ്സ് അങ്ങനെ ആലോചിച്ച് വെച്ചോളൂ. ടെമ്പററി തന്നെ പെട്ടെന്ന് പോകും. ടെമ്പററി അല്ല, അപ്പോൾ ബൈ പറഞ്ഞു പോകാൻ എളുപ്പമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകും. ബൈകാർബണേറ്റ്സ്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. ദാറ്റ് ഈസ് കാൽഷ്യം ബൈകാർബണേറ്റ്. ഫോർമുല കമ്പൽസറി ആയിട്ട് പഠിക്കണം. CaHCO3. ഇതാണ് ബൈകാർബണേറ്റ്. ട്വൈസ് വരുന്നത് കാൽഷ്യം Ca2+ ആണ്, വാലൻസിയാണ്. CaHCO3 2 and MgHCO3 twice. It is called as temporary hardness since it can easily removed by boiling and filtering the water. അപ്പം ഈ ഒരു ഹാർഡ്നെസ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ബിക്കോസ് ദ ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ ക്യാൻ ഈസിലി റിമൂവ്. നമുക്ക് ഈ ഹാർഡ് വാട്ടറിനെ പെട്ടെന്ന് സോഫ്റ്റ് ആക്കാം. എങ്ങനെ? ബൈ ബോയിലിംഗ് ആൻഡ് ഫിൽറ്ററിങ്. The temporary hardness is also called as carbonate hardness. ഇനി ചോദിക്കുക what is meant by carbonate hardness or what is meant by carbonate hard water എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അറിയണം. It is temporary hardness ഉള്ള വാട്ടറിന് നമ്മൾ പറയുന്ന പേരാണ് carbonate hardness. Why they are called as? Because the temporary hardness of എന്തുകൊണ്ടാണ്? it is due to the presence of bicarbonates of calcium and magnesium. കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് വെള്ളത്തിലുണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് കിട്ടുന്നത്. why they are called as temporary hardness? because the temporary hardness can easily be removed by boiling and filtering. ഇനി അടുത്തത് വരുന്നതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ടെമ്പററി ജസ്റ്റ് ഓപ്പോസിറ്റ്. Permanent hardness of water is due to the presence of soluble chlorides and sulfates of calcium. ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആരുടെ? കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സുമാണ് ഉള്ളതെങ്കിൽ it causes permanent hardness. That is CaCl2, CaSO4, calcium chloride, calcium sulfate, magnesium chloride, magnesium sulfate. This type of hardness is called permanent hardness since it cannot be removed simply by boiling the water. അപ്പോൾ ഇതിന് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വെറുതെ കയറി ചൂടാക്കിയാലൊന്നും ഇതിൻ്റെ ഹാർഡ്നെസ് മാറത്തില്ല. Permanent hardness is also known as non-carbonated hardness. Non-carbonated hardness കിട്ടിയല്ലോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീണ്ടും ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പം ഹാർഡ്നെസ് നമ്മൾ കണ്ടു, ടെമ്പററിയും പെർമനൻറ്റ്. അടുത്ത ആ ഹാർഡ് വാട്ടറിനെ എന്തെങ്കിലും സോഫ്റ്റ് ആക്കാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? അതാണ് നമ്മൾ അടുത്ത പോകുന്നത്. മെത്തേഡ്സ് ഓഫ് റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. The process of
removing hardness. That is, hardness എങ്ങനെയാണ് കാണിക്കുന്നത്? That is, soluble bicarbonate, chloride and sulfate of calcium and magnesium from hard water is called softening water. Softening of water. So what is meant by softening water? The removal of soluble bicarbonates, chlorides and sulfates of calcium and magnesium from hard water is called softening of water. അപ്പം നമ്മൾ ഓരോ വെള്ളത്തിനെടുക്കുക, ടെമ്പററി വാട്ടറിനും പെർമനൻറ്റ് വാട്ടറിനും എന്തൊക്കെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് വാട്ടർ ആക്കാമെന്ന്. ടെമ്പററിയും ഹാർഡ്നെസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഇതും ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഫസ്റ്റ് വൺ, ഫോർ ടെമ്പററി ഹാർഡ് വാട്ടർ. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ നമുക്കറിയാം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് magnesium. So it can easily be removed. First one തന്നെ ഞാൻ പറഞ്ഞ by boiling. ഇതും ചോദിക്കും. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനും കമ്പൽസറി പഠിച്ചിരിക്കണം. ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടെമ്പററി ഹാർഡ് വാട്ടറിൽ എന്താ ഉള്ളത്? ബൈകാർബണേറ്റ്സ് ഓഫ് സോഡിയം ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം. ഇവരെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അവിടെ എന്ത് റിയാക്ഷൻ നടക്കും? കാൽഷ്യം ബൈകാർബണേറ്റ് ചൂടാക്കുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാൽഷ്യം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റ്, ഇത് സോളിഡ് ഫോമിലുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ചൂടാക്കുമ്പോൾ മെഗ്നീഷ്യം കാർബണേറ്റ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഈ കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യം കാർബണേറ്റും ഇൻസോളിബിളായിട്ട് വെള്ളത്തിൽ കിടക്കും. അപ്പോൾ നമുക്കത് ഈസിനി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസിപ്പിറ്റേറ്റിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം എന്താവും? സോഫ്റ്റ് ആവും. സിമ്പിൾ അല്ലേ? സോ ബൈ ബോയിലിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ് നമുക്കറിയാം. ടെമ്പററി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകും. ബൈ പറഞ്ഞു പോകുന്ന ആൾക്കാർ. അപ്പോൾ ബൈകാർബണേറ്റ്. അപ്പം ഈ ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം വെൻ ഹീറ്റഡ് ഓർ ഇസ് ബോയിൽ, the bicarbonate of calcium and magnesium decomposes to form insoluble calcium and magnesium carbonate. ബൈകാർബണേറ്റ് കാർബണേറ്റ് ആവും. അതെന്തായിരിക്കും? ഇൻസോളിബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നിൽക്കും, വെള്ളത്തിൽ അലിയാതെ കിടക്കും. ദീസ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം വെള്ളമായിട്ട് പോയിക്കോളും, വാട്ടർ വെള്ളത്തിൽ കിടന്നോളും. സോ ദീസ് ഇൻസോളിബിൾ കാർബണേറ്റ്സ് റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ ആൻഡ് ദ വാട്ടർ ഇസ് റെൻഡേർഡ് സോഫ്റ്റ്. അങ്ങനെ നമുക്ക് സോഫ്റ്റ് വാട്ടറിനെ കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ക്ലാർക്സ് മെത്തേഡ്. അപ്പോൾ സെക്കൻഡ് വൺ, ടെമ്പററി ഹാർഡ്നെസ്സിനെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലാർക്സ് പ്രോസസ്സ്. എന്താണ് ക്ലാർക്സ് പ്രോസസ്സ്? ഇനി ഇത് ശ്രദ്ധിച്ചേക്കണം, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദിസ് പ്രോസസ്സ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം ഓക്സൈഡ്, ക്വിക്ക് ലൈം, ചുണ്ണാമ്പ് വെള്ളം, ദാറ്റ് ഇസ് കാൽഷ്യം ഓക്സൈഡ്. ഇതൊക്കെ നമ്മൾ എത്രയോ പഠിച്ച് കഴിഞ്ഞ കാര്യം. ഇൻ ദിസ് പ്രോസസ് കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ക്വിക്ക് ലൈം, ക്വിക്കായിട്ട് പോകുന്ന ആൾ, അങ്ങനെ ചിന്തിച്ചോളൂ. ക്വിക്കാണ് നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ്സിൽ ക്വിക്കായിട്ട് പോകും. അപ്പോൾ ക്വിക്ക് ലൈം ഏതാണ്? ഈ ക്ലാർക്ക് എന്നുള്ളത് നമുക്ക് ക്ലർക്ക് എന്നുള്ള പൊസിഷനിലേക്കാണ്, ക്ലറിക്കൽ പോസ്റ്റിലെ ക്ലറിക്കായിട്ട് ചില ഓഫീസിലൊക്കെ ഉള്ളത്. അപ്പോൾ ക്ലറിക്ക് ഭയങ്കര ഫാസ്റ്റാണെന്ന് ആലോചിച്ചോളൂ. അപ്പം ക്വിക്ക് ലൈം, ക്വിക്കായിട്ട്. ക്ലറിക്ക് അറിയുമ്പോൾ ക്ലാർക്സ് എന്ന് ആലോചിക്കുക. ക്ലാർക്സിൽ എന്താ? ക്വിക്ക് ലൈം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് അറിയോ? എക്സാം സമയത്ത് അയ്യോ ക്ലാർക്സ് പ്രോസസ്സ് എന്താ? ക്ലാർക്ക് പ്രോസസ്സ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ചില ഓഫീസിലൊക്കെ ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ ക്ലർക്ക് ഭയങ്കര ക്വിക്കാണെന്ന് ആലോചിക്കുക. അപ്പോൾ ക്ലാർക്ക് പ്രോസസ്സ് എന്ന് ക്വിക്ക് ലൈമാണ്. ക്വിക്കായിട്ട് എവിടെയേ നടക്കത്തുള്ളൂ, നമുക്ക് പെട്ടെന്ന് പോകുന്ന ആൾക്കാരുടെ അടുത്തില്ല. പെട്ടെന്ന് ആരാ പോവുക? ടെമ്പററി ഹാർഡ്നെസ്. സോ ക്ലാർക്സ് പ്രോസസ്സ് ക്വിക്ക് ലൈമാണ്. ഇറ്റ് ഇസ് യൂസ് ഫോർ ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ എന്താണ്? ഇൻ ദിസ് പ്രോസസ് കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ക്വിക്ക് ലൈം ഇസ് ആഡഡ്. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഞാൻ ആദ്യം കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് ഞാൻ വെള്ളത്തിലിട്ടു, അതായത് ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടറിലിട്ടു. അപ്പോൾ അത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റും വെള്ളവും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാലൻസിങ് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ആലോചിക്കുക. കാൽഷ്യം ബൈകാർബണേറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റും വെള്ളവും ഉണ്ടാവും. കാൽഷ്യം കാർബണേറ്റ് നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എൻ ഇൻസോളിബിൾ ഫോം. മെഗ്നീഷ്യം ബൈകാർബണേറ്റും ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം കാർബണേറ്റും വാട്ടറും ഉണ്ടാവും. ആൻഡ് അപ്പോൾ എന്താ? ഈ മെഗ്നീഷ്യം കാർബണേറ്റിനെയും കാൽഷ്യം കാർബണേറ്റിനെയും നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റാം. So in this process, the calculated quantity of quicklime is added. The bicarbonate present in the temporary hard water react with lime എന്ന് പറഞ്ഞാൽ നമ്മുടെ quicklime to form insoluble calcium and magnesium carbonate which can easily be filtered off. ക്ലിയർ ആണല്ലോ? അധികഗണത്തിൽ ഇതേ ചോദിക്കുന്നു. റിയാക്ഷൻസ് ചോദിക്കാതെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും, പക്ഷെ അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ചോദിക്കാം. ഇനി ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ക്വിക്ക്ലൈം. ഇനി എനിക്ക് തോന്നിയ പോലെ ഒരു ബക്കറ്റ് ഞാൻ വെള്ളം എടുത്തോട്ടോ, എനിക്ക് തോന്നിയ പോലെ കുറേ ക്വിക്ക് ലൈം ഇട്ട്. അപ്പോൾ ഞാൻ ആ പോട്ടെ അങ്ങോട്ട് ഹാർഡ്നെസ് പോകുമോ? ഇല്ല, അത് വീണ്ടും ഹാർഡായിട്ട് മാറും. എങ്ങനെയെന്ന് വെച്ചാൽ ഇഫ് എക്സസ് ഓഫ് ലൈം ഇസ് ആഡഡ് ടു വാട്ടർ,
the water will again become hard due to the absorption of carbon dioxide from the atmosphere by the unused slaked lime to form soluble calcium carbonate. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാൽഷ്യം ഓക്സൈഡ് ഇട്ട്, അപ്പോൾ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡായി, കാൽഷ്യം ഹൈഡ്രോക്സൈഡാകും, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ബൈകാർബണേറ്റ് ആയിട്ട് കാൽഷ്യം കാർബണേറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇപ്പം കൂടുതൽ കാൽഷ്യം ഓക്സൈഡല്ല ഇട്ടത്, ഇതെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് കാൽഷ്യം ബൈകാർബണേറ്റ് ആവും. എന്താണ് ഈ കാൽഷ്യം ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യും, കാൽഷ്യം ബൈകാർബണേറ്റ് ആവും. അപ്പോൾ ബൈകാർബണേറ്റ് വീണ്ടും എന്താക്കും, temporary hardness. So why we cannot add excess amount of slaked lime to remove temporary hardness? Because if excess of quicklime is added to a water which is temporary hard, it will again become hard water only. Why? It is because calcium oxide absorb the excess or unused calcium oxide, use cheyyatha calcium oxide absorb the carbon dioxide from the atmosphere and get converted into soluble കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അടുത്തത് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഹൗ യു ക്യാൻ റിമൂവ്, റൈറ്റ് എനി വൺ മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. പിന്നുള്ള മെത്തേഡ് സിമ്പിൾ ആണെന്നില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് വാഷിംഗ് സോഡ പ്രോസസ്സ്. അപ്പം വാഷിംഗ് സോഡ, നേരത്തെ ഞാൻ പറഞ്ഞു വാഷിംഗ് സോഡ വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അലക്കാൻ യൂസ് ചെയ്യുന്ന വാഷിംഗ് സോഡ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതേപോലത്തെ മെത്തേഡ് തന്നെയാണ്. ഹാർഡ് വാട്ടർ ഈസ് ട്രീറ്റഡ് വിത്ത് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് വാഷിംഗ് സോഡ വെൻ, ഇവിടെ ആരാ ഉള്ളത്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്. Chlorides and sulfates of calcium and magnesium present in hard water get precipitated as insoluble calcium and magnesium carbonate, which can be easily filtered off. സിമ്പിൾ അല്ലേ? ഈ വാഷിംഗ് സോഡ പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ്, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ്. ഞാൻ എൻ്റെ ക്ലാസ് 10th കണ്ടവർക്കാണെങ്കിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബേക്കിങ്ങും അതായത് സോഡിയത്തിൻ്റെ കാർബണേറ്റ് ആണ് എന്ത്, ബേക്കിംഗ് സോഡയും വാഷിംഗ് സോഡയും. അപ്പം നമുക്ക് എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ വരും, ഏതായിരുന്നു ബേക്കിംഗ് സോഡ, ഏതായിരുന്നു വാഷിംഗ് സോഡ. അപ്പം ബി എന്ന് ആലോചിച്ചത്, ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്, വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. അപ്പം നമ്മൾ വാഷിംഗ് സോഡ ആഡ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ക്ലോറൈഡ്, അതായത് പെർമനൻറ്റ് ഹാർഡ്നെസ് കാരണമായത് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ്. അപ്പം ഈ കാർബണേറ്റ്സ് കാൽഷ്യം ക്ലോറൈഡും മെഗ്നീഷ്യം സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻസോളിബിൾ ആയിട്ടുള്ള കാർബണേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് ഈസിലി എന്താക്കി പറ്റും, ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് thereby the water become soft. So first method is washing soda process. Second, very important, ഇത് രണ്ട് തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ടൈപ്പിൽ what is Kalgan's method or what is Kalgan's reagent or what is sodium hexametaphosphate, ഇതൊക്കെ ഇതിന് ചോദിച്ചാൽ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലർക്ക് എന്താ, ക്വിക്കാണ്. ക്ലറിക്ക് പെട്ടെന്ന് പോകും അല്ലേ, അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ്. ഇത് കാൽഗൻസ് ആണ്. ദിസ് ഇസ് കാൽഗൻസ് മെത്തേഡ്. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്, ഈ ഫോർമുല പഠിച്ചിരിക്കണം. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്, ഇത് പഠിക്കാൻ എളുപ്പം. Na6P6O18, Na6P6O18 ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് എന്ന് നമുക്കറിയാം, H3PO4 ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, PO4 ഒക്കെ. അപ്പം അതിന് പകരം Na6P6O18. Commercially called chalcogen. So what is chalcogen? Sodium hexametaphosphate is known as chalcogen. Then ചോദിച്ചിട്ടുണ്ട് what is chalcogen? Sodium hexametaphosphate, commercially called chalcogen. When added to water, following reaction take place. Chalcogen എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ് ആയിട്ടുള്ള വാട്ടറിലേക്ക് ഇടുമ്പോൾ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കറിയാം, പെർമനൻറ്റ് ഹാർഡ്നെസ് എന്താ, കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പം ഈ സോൾട്ടുകൾ, ഇതാണ് ഞാനിപ്പം ഈ റിയാക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് ഇത് തന്നെയാണ് കാരണം Na6 4 + 2 6 P6O18. അത് നമ്മൾ ഈ റിയാക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടും ഈ കോംപ്ലക്സ് ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ്. കാൽഷ്യം ക്ലോറൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്, ഇവിടെയുള്ള സോഡിയത്തിന് കാൽഷ്യം റീപ്ലേസ് ചെയ്യും. ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. ഇവിടെയുള്ള സോഡിയത്തിന് കാൽഷ്യം റീപ്ലേസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം എ സോളബിൾ സബ്സ്റ്റൻസ് ഇൻ വാട്ടർ. അതെന്ത് ഫോം ചെയ്യും, ഒരു സോളബിൾ സബ്സ്റ്റൻസ് ഇൻ വാട്ടർ വിച്ച് വിൽ നോട്ട് പ്രൊഡ്യൂസ് പ്രസിപ്പിറ്റേറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് സോപ്പ്. അതായത് ഈ ഒരു കെമിക്കൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കാൽഷ്യം ക്ലോറൈഡിലെ കാൽഷ്യം ഇതിലേക്ക് വന്ന് നിന്നിട്ട് ഒരു സോളബിൾ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ അലിഞ്ഞ് കിടന്നോളും. അതൊരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, സ്കമ്മോ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല.
പിന്നുള്ളത് NaCl sodium sulfate. So when chalcogen is added to hard water, the calcium and magnesium ion present in the hard water combine with sodium hexametaphosphate to form soluble complex of calcium and magnesium salt. എന്താ ചെയ്യുന്നത്? കാൽക്കോജൻ എന്ന സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ്. Chalcogen is added to hard water. The calcium and magnesium present in the hard water combines with sodium hexametaphosphate and thereby it form a soluble complex of calcium and magnesium salt. The complex anion keeps the anion complex anion keep the magnesium and calcium ion in the solution. The solution line keep ചെയ്തോളൂ. The complex calcium and magnesium ion do not form any precipitate with the soap and hence readily produce lather with soap solution. മനസ്സിലായല്ലോ? കാൽക്കോജൻ എന്ന് വലിയൊരാളാട്ടോ. എന്താണ്? സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്. അത് റിയാക്ട് ചെയ്യുന്നു, അതൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആ കോംപ്ലക്സ് എന്താവും? വെള്ളത്തിൽ സോളിബിളായിട്ട് നിന്നോളും. ആരായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? കാൽഷ്യം മഗ്നീഷ്യം ആയിട്ട് ഫോം ചെയ്ത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇതും ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. സിമ്പിൾ. അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് പ്രോസസ്സ്. എന്താണ്? സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് പ്രോസസ്സ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് ആണ്. ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്. എന്താണ് ഈ സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള വെള്ളം, അതായത് അതിൻ്റെ കൂടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് ആണ്. കോംപ്ലക്സ് ഇൻഓർഗാനിക് സോൾട്ട്സ് ലൈക്ക് ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്. ഇതും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് സിയോളൈറ്റ്? സിയോളൈറ്റ് ആർ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്. മറ്റേത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആയിരുന്നു. ഇതെന്താ? സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്. സോഡിയം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിലിക്കേറ്റ് ഉണ്ട്. ഹാവ് ദ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് എക്സ്ചേഞ്ചിങ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയൺ പ്രസന്റ് ഇൻ ദ ഹാർഡ് വാട്ടർ വിത്ത് സോഡിയം പ്രസൻറ്റ് ഇൻ ദ കോംപ്ലക്സ് സോൾട്ട്. ഇവിടെയും എന്താണ്? ഇവിടെ ഇതും ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇനോർഗാനിക് സോൾട്ടാണ് ഈ സിയോളൈറ്റ്. ഇതെന്ത് ചെയ്യും? ഇറ്റ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. സിയോളൈറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഇറ്റ്സ് ആരെയാണ് നമ്മൾ കാറ്റയോൺ, അതായത് അത് ക്യാൻ എക്സ്ചേഞ്ച് ചെയ്യാം. ആരാ? ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ദ സോഡിയം അയോൺ വിത്ത് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയൺ പ്രസൻറ്റ് ഇൻ ദ ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടറിൽ കാൽഷ്യത്തിനെയും മെഗ്നീഷ്യത്തിനെയും എക്സ്ചേഞ്ച് ചെയ്യും. ദ നാച്ചുറലി ഒക്കറിങ് കോംപ്ലക്സ് സോൾട്ട്. ഈ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സോഡിയം അലൂമിനിയം സിലിക്കേറ്റിനെ നമ്മൾ സിയോളൈറ്റ് എന്ന് പറയും. പക്ഷേ ഈ സിയോളൈറ്റിനെ നമുക്ക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് മേ ബി പ്രിപ്പയർഡ് ആർട്ടിഫിഷ്യലി ബൈ ഫ്യൂസിങ് സ്ട്രോങ്ലി എ മിക്സ്ചർ ഓഫ് വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ്, അലുമിനിയത്തിൻ്റെ ഒരു പാട്ട് വന്ന് സിലിക്ക, ഇവരെല്ലാവരും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയോളൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ്, അതൊരു പോറസ് ആയിട്ടുള്ളൊരു മാസാണ്. പോറസിന് കുറേ ഓട്ടകളൊക്കെ ഉള്ള ഒരു മാസാണ്. അതിനെ നമ്മൾ പെർമ്യൂട്ടേറ്റ് എന്ന് പറയും. അപ്പം നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സോഡിയം അലൂമിനിയം സിലിക്കേറ്റിനെ നമ്മൾ സിയോളൈറ്റ് എന്നും ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സോഡിയം അലൂമിനിയം സിലിക്കേറ്റിനെ നമ്മൾ പെർമ്യൂട്ടേറ്റ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് എ സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ അവിടെ പ്രോസസ്സ് നടക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതൊരു വലിയൊരു ബോയിലർ പോലത്തെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ സിയോളൈറ്റിൻ്റെ ഒരു ബെഡ് ഉണ്ടാക്കും. അതിൻ്റെ സിയോളൈറ്റ് വെക്കും. എന്നിട്ട് നമ്മൾ ഈ ഹാർഡ് വാട്ടറിനെ ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റിൽ ഇവരെന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവർ കാൽഷ്യത്തിന് അവരെടുത്തിട്ട് സോഡിയത്തിന് അവിടെ അങ്ങ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നല്ല വെള്ളത്തിന്, അതായത് സോഫ്റ്റ് വാട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വിടും. അതാണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച്. ഇനി നമുക്ക് ഈ റിയാക്ഷൻ പഠിക്കണല്ലോ. ഇനിയിപ്പോൾ സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് എന്നൊക്കെ ഉള്ളത് നോക്കൂ. NaAlSiO4 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ റിയാക്ഷനിൽ എത്തുമ്പോൾ വലിയൊരാളായിരിക്കും. അപ്പോൾ ദ സിംപ്ലിസിറ്റി വി ക്യാൻ റൈറ്റ് സോഡിയം Z. അതെന്ന് വെച്ചാൽ ആ അലൂമിനിയം സിലിക്കേറ്റിൻ്റെ റിയാക്ഷൻ നമുക്ക് വേണ്ട, നമുക്കിവിടെ സോഡിയത്തിൻ്റെ എക്സ്ചേഞ്ച് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ സോഡിയം അലൂമിനിയം സിലിക്കേറ്റിന് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് NaZ എന്ന് പറയുന്നത് AlSiO4 ആട്ടോ. അപ്പോൾ റിട്ടേൺ ആസ് NaZ. വെൻ ദിസ് ഇസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ, അവിടെ എന്താ നടക്കുന്നതാണ്? NaZ പ്ലസ് കാൽഷ്യം ക്ലോറൈഡ് ഗിവ്, ഞാൻ പറഞ്ഞു ഇവിടെ എന്താ നടക്കുന്നത്? സോഡിയം റീപ്ലേസ് ചെയ്യും. CaZ2 പ്ലസ് NaCl, സോഡിയം ക്ലോറൈഡ് ആ വെള്ളത്തിലുണ്ടാവുകയെ. NaZ പ്ലസ് MgCl2 ഗിവ്സ് MgZ2 പ്ലസ് NaCl. അപ്പോൾ അവിടെ എന്തുണ്ടാവും? വെള്ളത്തിൽ
സോഡിയത്തിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ കൂടുതലും സോഡിയം കണ്ടൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആഫ്റ്റർ സം ടൈം ദ ഹോൾ പെർമ്യൂട്ടേറ്റ്, അതായത് ആ സെൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് നമ്മളിങ്ങനെ ഒരു വലിയൊരു പെർമ്യൂട്ടേറ്റ് അല്ലേ, ഒരു സാധനമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ലാസ്റ്റ് അതിലെല്ലാം എന്ത് തീർന്നു പോകും, അതിൽ സോഡിയം കംപ്ലീറ്റ് എക്സോസ്റ്റഡ് ആയി പോകും. ആഫ്റ്റർ സം ടൈം ദ ഹോൾ ഓഫ് ദ പെർമ്യൂട്ടേറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് സോഡിയം സിയോളൈറ്റ് ഇൻ ടു കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സിയോളൈറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ നമുക്കതിനെ റീജനറേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം, ആ സിയോളൈറ്റിലേക്ക് 10% സൊല്യൂഷൻ എന്താ ചെയ്യുന്നത്, ഒരു 10% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പെർമ്യൂട്ടേറ്റ് എന്തായി മാറിയിട്ടുണ്ടോ, നേരത്തെ NaZ മാറിയിട്ട് ഇവിടെ ZaZ ആയിട്ടുണ്ട്, MgZ. അപ്പോൾ ഇതിലേക്ക് സോഡിയം ക്ലോറൈഡ് ഒഴിക്കുമ്പം അവർ വീണ്ടും NaZ ആയിട്ട് മാറും. എന്നിട്ട് കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ Mg ക്ലോറൈഡ് ആയിട്ട് മാറും. സോ ദ സോൾയുബിൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട് ദസ് ഫോം ആർ വാഷ്ഡ് അവേ ബൈ വാട്ടർ. വെള്ളം അതിനങ്ങോട്ട് വാഷ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. പറയുമ്പോൾ വലിയ ഒന്നുമില്ല. എന്താണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്? അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഇസ് എ മെത്തേഡ് ഫോർ പ്യൂരിഫൈങ് വാട്ടർ. ഫോർ ദിസ് വി ആർ യൂസിങ് സിയോളൈറ്റ് ഓർ പെർമ്യൂട്ടേറ്റ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സിയോളൈറ്റ് മെത്തേഡ് ഓർ പെർമ്യൂട്ടിക് പ്രോസസ്സ്. ഇനി എന്താണ് സിയോളൈറ്റ്? ഹൈഡ്രേറ്റഡ് സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആണ്. ദിസ് സിയോളൈറ്റ് ഓർ ദ പെർമ്യൂട്ടേറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഇൻ വിച്ച് ദ സോഡിയം അയോൺ ക്യാൻ ബി എക്സ്ചേഞ്ച് വിത്ത് ദ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺ പ്രസൻറ്റ് ഇൻ ദ ഹാർഡ് വാട്ടർ. വെൻ ഹാർഡ് വാട്ടർ is passed through this zeolite or permutate, the sodium ion is exchanged by calcium and magnesium, and thereby we are getting, or the temporary permanent hardness of the water is removed by this zeolite അല്ലെങ്കിൽ permutate. അപ്പോൾ ഈ permutate എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി പ്രിപ്പയറിങ് സിയോളൈറ്റിനെ. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ചസ് ആണ്. ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ച് ഉണ്ട്, ദിസ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ദാൻ സിയോളൈറ്റ് പ്രോസസ്. സിയോളൈറ്റിൻ്റെ നല്ല മെത്തേഡാണ്, പക്ഷെ അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഏത്? ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. പ്യോർ ഡീമിനറലൈസ്ഡ് വാട്ടർ, അതായത് നമുക്ക് ഡീമിനറലൈസ് ചെയ്ത് നല്ല വെള്ളം എവിടെ കിട്ടും? ഈ ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ച്. അപ്പോൾ എന്താ നോക്കി നോക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ സിയോളൈറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേറ്റ് ആയിരുന്നു യൂസ് ചെയ്ത്. ഇവിടെ certain synthetic organic exchanges, ഇവിടെയും എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ? സിന്തറ്റിക് ഓർഗാനിക് എക്സ്ചേഞ്ചസ്, ഓൾസോ കോൾഡ് ആസ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ ഈവൻ സുപ്പീരിയർ ടു സിയോളൈറ്റ്സ്. ഇവിടെ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. ഇവർ സിയോളൈറ്റ്സിനേക്കാളും സൂപ്പർബാണ്. സിൻസ് ദേ ക്യാൻ റിമൂവ് ഓൾ ടൈപ്സ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺ. എല്ലാ കാറ്റയോൺസിനെയും ആനയോൺസിനെയും അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും present in hard water. The resulting water is called as demineralized water or deionized water and is good as distilled water. Distilled water നെ പോലെ തന്നെ ഇത് ഗുഡ് ആയിട്ടുള്ള ഒരു ഡീമിനറലൈസ്ഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്താണെന്നുള്ളത് നോക്കാം. ഇനി എന്താണ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്? ഇതെന്താണ്? അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. ഇത് റെസിൻസ് ആർ ജൈൻറ്റ് ഓർഗാനിക് molecules of high molecular mass ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഈ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. അവരുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. കാറ്റയോണിക് റെസിൻസും ഉണ്ട്, കാറ്റയോണിക് എക്സ്ചേഞ്ച് റെസിൻസും ഉണ്ട്, ആനയോണിക് എക്സ്ചേഞ്ച് റെസിൻസും ഉണ്ട്. അപ്പം തന്നെ മനസ്സിലാവും കാറ്റയോൺസിനെ ആയിരിക്കും അവർ നേരത്തെ നമ്മൾ പഠിച്ചു എക്സ്ചേഞ്ച് ആണെങ്കിൽ അവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്തത്? കാറ്റയോൺസ്, അതായത് Na+ഉം Ca2+ഉം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് റെസിൻസ് ഉണ്ട്, കാറ്റയോണിക് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, ആനയോണിക് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. അപ്പം കാറ്റയോണിക് എക്സ്ചേഞ്ച് റെസിൻസ് ആൻഡ് ആനയോണിക് എക്സ്ചേഞ്ച് റെസിൻസ് ഉണ്ട്. ഇനി കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിൻസ് കൺസിസ്റ്റ് ഓഫ് ജൈൻറ്റ് ഹൈഡ്രോകാർബൺസ് ഫ്രെയിംവർക്ക് അറ്റാച്ച്ഡ് ടു അസിഡിക് ഗ്രൂപ്പ്. ഈ ഒരു ജയൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കും. ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് ടു എ അസിഡിക് ഗ്രൂപ്പ്, അതായത് COH അല്ലെങ്കിൽ SO3H പോലത്തെ ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അടുത്ത്. ആൻഡ് ദേ മേ ബി റെപ്രസെൻറ്റഡ് ബൈ ജനറൽ ഫോർമുല RCOOH അല്ലെങ്കിൽ RSO3H. where R represent the giant hydrocarbon. വലിയൊരു ഹൈഡ്രോകാർബൺ ആയിരിക്കും. നേരത്തെ നമ്മൾ സ്റ്റിയറിക്കും പാമറ്റിക് ആസിഡ് കാണുമ്പോൾ വലിയൊരു ജയൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യുലർ സംഭവമായിരിക്കും ഇവിടെ. സിൻസ് ദീസ് റെസിൻസ് ഇവിടെ അസിഡിക് ഗ്രൂപ്പായിട്ട് ദേ ക്യാൻ റെഡിലി എക്സ്ചേഞ്ച് H+ അയോൺ വിത്ത് ദ കാറ്റയോൺ. അപ്പോൾ ഇവിടെ എന്താ കാറ്റയോണിക് എക്സ്ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കാറ്റയോൺസ് വരെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താണ് Ca2+നെയും H+ഉമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. or Mg2+ഉം H+ഉമായിട്ട് റിമൈൻ ചെയ്യും. So they are, that is, since these resins can exchange H+ ion with cations such as Ca2+ and Mg2+ ion present in hard water, they are called as cation exchange resin or simply cation exchangers. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ആസിഡ് ആയിരിക്കും ആര്? നമ്മുടെ ഓർഗാനിക് മോളിക്യൂൾ, ഹൈലി മോളിക്യുലർ മാസിലൊരു ഓർഗാനിക് റെസിനാണ്. അതിന് എന്തുണ്ട്? ഒരു അസിഡിക് ഗ്രൂപ്പ് ഉണ്ട്. അത് കാൽഷ്യമായിട്ട് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ H+ഉം ഈ കാൽഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഹൈലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു കാൽഷ്യം കോംപ്ലക്സ് ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും ആ റെസിന്.
എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സോഫ്റ്റ് വാട്ടർ കിട്ടും. അപ്പോൾ ആനയോണിക് എക്സ്ചേഞ്ച് എന്താ? ദിസ് റെസിൻസ് കൺസിസ്റ്റ് ഓഫ് ജോയിൻറ്റ് ഹൈഡ്രോകാർബൺ ഫ്രെയിംവർക്ക് ടു എ ബേസിക് ഗ്രൂപ്പ്. അപ്പോൾ ആനയോൺ ആണെന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ഗ്രൂപ്പ് ആയിരിക്കും അറ്റാച്ച് ചെയ്തത്, ലൈക്ക് OH മൈനസ്. ദ ജനറൽ ഫോമുല നേരത്തെ RCOH ആണെങ്കിൽ ഇവിടെ എന്താ? RNH3OH. ഇവിടെ R ഡിനോട്ട്സ് ജോയിൻറ്റ് ഹൈഡ്രോകാർബൺ ഫ്രെയിംവർക്ക് ആണ്. ഇവിടെ എന്താവും? OH മൈനസിനെ അവരങ്ങ് റീപ്ലേസ് ചെയ്യും ആരായിട്ട്? Cl മൈനസ് ആയിട്ടോ SO4. കാരണം ഇവിടെ നെഗറ്റീവ് ആകുമ്പം അവരവിടെ നമ്മുടെ ഹാർഡ് വാട്ടറിൽ ഏത് ഭാഗത്തോടെ എക്സ്ചേഞ്ച് ചെയ്യുക? നെഗറ്റീവ് പാർട്ട്. Cl മൈനസ് ആയിട്ടോ SO4 മൈനസ് ആയിട്ടോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എന്ത് ചെയ്യും? നമ്മുടെ വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടുതൽ കണ്ടൻറ്റ് എന്തായിരിക്കും? OH മൈനസ് ഉണ്ടാവും. അതായത് ബേസിക് കണ്ടൻറ്റ് ആയിരിക്കും ഈ ആനയോൺ എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന ഹാർഡ് വാട്ടറിൽ കൂടുതൽ കാണുക. അപ്പം കാറ്റയോൺ എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന വാട്ടറിൽ ഏത് കണ്ടൻറ്റാണ് കൂടുതൽ ഉണ്ടാവുക? H+. സോ ആ വെള്ളം കുറച്ചുകൂടെ അസിഡിക് ആയിരിക്കും. അപ്പോൾ അടുത്തത് ഇനി പ്യുവർ, നമുക്കിപ്പോൾ കിട്ടുന്ന ഒന്നെങ്കിൽ കുറച്ച് അസിഡിക് കണ്ടൻറ്റ് ഉണ്ട്, കുറച്ച് ബേസിക് കണ്ടൻറ്റ്. ഇനി പ്യുവർ ഡീമിനറലൈസ്ഡ് വാട്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ water free from all soluble minerals, salt is obtained by passing successively through cation exchanger and anion exchanger. നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ വെള്ളത്തിന് നമുക്ക് നല്ല പ്യൂർ ഡീമിനറലൈസ് ചെയ്ത വാട്ടറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ ഹാർഡ് വാട്ടറിന് എടുത്തിട്ട് കാറ്റോണിക് എക്സ്ചേഞ്ചറിലൂടെ ഒഴിക്കുക, ആനയോണിക് എക്സ്ചേഞ്ചറിൽ ഒഴിക്കുക, വീണ്ടും അതെടുക്കുക, കാറ്റോണിക് എക്സ്ചേഞ്ചറിൽ ഒഴിക്കുക, ആനയോണിക് എക്സ്ചേഞ്ചറിൽ ഒഴിക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് പ്യൂർ ഡീമിനറലൈസ്ഡ് വാട്ടർ. In this cation exchange process, ഞാൻ പറഞ്ഞു H+ exchanges for Na+, Ca2+, Mg2+, and other cation present in water. This process result in the proton release. നമ്മൾ നേരത്തെ കണ്ടില്ലേ, പ്രോട്ടോൺ റിലീസ് ആയിരുന്നു അവിടെ കൂടുതൽ ഉണ്ടാവുക. വെള്ളത്തിൽ എന്തുണ്ടാവും? പ്രോട്ടോൺ റിലീസ് ഉണ്ടാവും. So the process release result in proton release and thus make the water acidic. ഇൻ ആനയോൺ എക്സ്ചേഞ്ച്, ആനയോൺ ആകുമ്പം അത് ബേസിക് ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? OH മൈനസ് എക്സ്ചേഞ്ചസ് ഫോർ ആനയോൺസ് ലൈക്ക് Cl മൈനസ്, HCO3 മൈനസ്, ബൈകാർബണേറ്റ്, SO4 എക്സെട്ര പ്രസന്റ് ഇൻ വാട്ടർ. സോ OH മൈനസ് അയൺ ദസ് ലിബറേറ്റഡ് ന്യൂട്രലൈസ് വിത്ത്. അപ്പോൾ അതായത് ഈ വെള്ളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കില്ലേ, ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം ഒഴിച്ചു പിന്നെ ഒഴിച്ചു. അപ്പോൾ ഈ ഫസ്റ്റത്തെ നമ്മളിപ്പം കാറ്റയോണിക്കിൽ കൂടെ പോകുന്ന ആൾ H+ കൂടുതലുള്ളായിരിക്കും. ആ വെള്ളം ഇതിൽ കൂടെ പോകുമ്പം ഇവിടെ എന്ത് പറ്റും? ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന OH മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. That is OH minus and thus liberated neutralize the H+ ion set free in the cationic exchange. The water obtained by this method is free from all type of cation as well as anion, and therefore this method is particularly useful for obtaining drinking water from seawater and also for obtaining pure water for laboratory process. മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ പറ്റും. നിങ്ങൾ പഠിക്കുമ്പോൾ ഇതാ പോയിന്റ് നോക്കി പഠിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയിൻറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു കുറേ കാര്യങ്ങൾ. എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എന്താണ് ഹാർഡ് വാട്ടർ, എന്താണ് സോഫ്റ്റ് വാട്ടർ, വാട്ട് ഇസ് എ കോസ് ഓഫ് ഹാർഡ്നെസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹാർഡ്നെസ്, എന്താണ് അതിനുള്ള റീസൺ, അതെങ്ങനെ ഒഴിവാക്കാം, പിന്നെ ഇനി എന്താണ് ഹാർഡ് വാട്ടറിൻ്റെ ഡ്രോബാക്ക്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ആൻസർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഒരു ഇയറിൽ ചോദിച്ചതാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഈസി. നെയിം ദി കോമ്പൗണ്ട് യൂസ് ഇൻ ക്ലാർക്സ് മെത്തഡ്. ഞാൻ പറഞ്ഞില്ലേ, ക്ലാർക്ക് ക്വിക്കായിട്ട് പോകും, ക്വിക്ക് ലൈൻ ഫോർ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വൈ ഹാർഡ് വാട്ടർ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ലോണ്ടറി പ്രോസസ്, വേസ്റ്റേജ് ഓഫ് ഡിറ്റർജൻസ്, അതും ഞാൻ പറഞ്ഞു തന്നു. വാട്ട് ഈസ് കാൽക്കോജൻ, കാൽക്കോജൻ എന്തായിരുന്നു? സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്, അതും നമ്മൾ പഠിച്ചു കണ്ടോ, 1 മാർക്കാണ്. എക്സ്പ്ലെയിൻ ദി മെത്തേഡ് യൂസ് ഫോർ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ, 2 മാർക്കാണ്. അപ്പോൾ അതും നിങ്ങൾക്കറിയാം, ടെമ്പററി ഹാർഡ്നെസ്സിനൊന്ന് ക്ലാർക്സ് മെത്തേഡ് ഉണ്ട്, ഒന്ന് ബോയിലിംഗ് ഉണ്ട്. There are 2 types of hardness of water, temporary hardness and permanent hardness. Give the reason for temporary hardness. Temporary, bye പറഞ്ഞു പോകും. Temporary ആകുമ്പോൾ പെട്ടെന്ന് പോകും. Bye പറഞ്ഞു പോകും. Bicarbonates of calcium and magnesium. Suggest one method to remove permanent hardness. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ബോയിലിംഗ് പറയാം. Hard water contain calcium and magnesium salt. Therefore, it does not lather with soap. Hard water is harmful for boilers. Why? പറഞ്ഞു, it will produce scales in the boilers. അതാണ് ഞാൻ മുന്നേ ചോദിച്ചിട്ടുണ്ട്. How will you remove the hardness of water by using washing soda? Washing soda എന്ന സോഡിയം കാർബണേറ്റ് ആണ്, അതും നമ്മൾ പഠിച്ചു. Permanent hardness of water can be removed only by chemical method. Write the name of any one salt responsible for permanent hardness. നമുക്കറിയാം permanent chlorides or sulfates of calcium and magnesium. Write sodium hexametaphosphate is commercially called as chalcogen. How sodium hexamethate is useful in removing the permanent hardness of water? നമ്മൾ പറഞ്ഞു, സോഡിയത്തിൻ്റെ എക്സ്ചേഞ്ച് പറഞ്ഞു. Suggested disadvantages of hard water. കണ്ടോ,
വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ നല്ലോണം പഠിക്കുക, മനസ്സിലാവാത്ത കാര്യം കമൻസിലിടുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.